അങ്കമാലിക്ക് വന്നതിന് ശേഷം കേട്ടോ അങ്കമാലിയും മാങ്ങാക്കറിയും അതിൻ്റെ രുചി ഞാൻ ശരിക്കും അറിഞ്ഞത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വയ്ക്കാം. നല്ല നാടൻ ബ്രാല് കിട്ടിക്കഴിഞ്ഞാൽ അതും ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് മാങ്ങ മാത്രമായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ട്രൈ ചെയ്താലോ. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. മൂവാണ്ട മാങ്ങ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സൽമ ചേച്ചിയുടെ നമ്മുടെ നാത്തൂനാണേ, അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറിച്ചു കൊടുത്തു വിട്ട മാങ്ങയാണ്. നല്ല ഫ്രഷ് മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ അതിങ്ങനെ നീളത്തിലരിയണം. പിന്നെ ഇത് അരിയുന്നതിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ അരിയുന്ന പോലെ കുനുകുനാന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതായിട്ട് അരിയരുത്, നീളത്തിൽ എടുക്കണം. അന്നൊട്ടും കനം കുറയാനും പാടില്ല, കൂടിയും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി മാറ്റി വെച്ചേക്കുക. അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ട സവാള കനം കുറച്ച് അരിയണം. പിന്നെ സവാള മാത്രമല്ല കേട്ടോ, ഇഞ്ചി നീളത്തിലരിയണം, പച്ചമുളക്, വേപ്പില. ഇതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ചൊറുക്കയും കൂടെ, പുളിക്ക് ആവശ്യമായിട്ടുള്ള ചൊറുക്കയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമുക. ഈ തിരുമുന്നതിലാണ് അങ്കമാലി മാങ്ങാക്കറിയുടെ ടേസ്റ്റ് എന്നാണ് കേട്ടറിവും. സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. പിന്നെ ഇതിലേക്ക് രണ്ടാം പാലൊഴിച്ച് നേരത്തെ തിരുമ്മി വെച്ചേക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഈ മാങ്ങക്കറി ഇളക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം എല്ലാം ഒരേ ദിശയിൽ വേണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാൻ. ഇളക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തുണി കൂട്ടി പിടിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തലപ്പാലൊഴിക്കാം. തലപ്പാലൊഴിച്ച് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ, ഓൾറെഡി മൺചട്ടിയുടെ ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് താളിക്കണം. അതിനായിട്ടൊന്ന് ചുവന്നുള്ളി, പിന്നെ കുറച്ച് വറ്റമുളക്, കറിവേപ്പില ഇട്ടൊന്ന് താളിച്ചൊഴിച്ചാൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി സ്പെഷ്യൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.